നമസ്കാരം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസയുടെ വിവാഹമായിരുന്നു ഇന്നലെ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിവാഹം നടത്തി കൊടുക്കാനെത്തിയിരുന്നു. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ ക്ഷേത്രാചാരങ്ങൾ പാലിച്ചില്ല, CPMകാർ വന്ന് ക്ഷേത്രമൊക്കെ അശുദ്ധമാക്കി ചെരുപ്പിട്ട് അകത്ത് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജനം TV ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വരുന്ന വാർത്ത പെൺകുട്ടിക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ, പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടിയെയാണ് ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ CPM നേതാക്കന്മാർ വന്നത് എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഇപ്പോൾ വാർത്തയായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടക്ക് ഞാൻ ഇന്ന് ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവിന്റെ ഒരു കുറിപ്പ് കണ്ടു. ആ കുറിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അല്ലെങ്കിൽ ആ കുറിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ബാബുവിനെ എനിക്ക് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പറയാനാണ് ഇവിടെ ഞാൻ വന്നത്. അല്ലാതെ ഈ കല്യാണം നടത്തി കൊടുത്തതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല. അത് ഇവിടെ പലപ്പോഴും അത്തരത്തിലുള്ള കല്യാണങ്ങൾ നടക്കാറുണ്ട്. ഞാൻ അതിനെ ആ ഒരു രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. RV ബാബുവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: മൊണാലിസയുടെ വിവാഹം എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത്? ഫസ്റ്റ് തന്നെ ഒരു ചോദ്യമാണ്. പാളയം പള്ളിയിൽ വെച്ചോ അഥവാ ഇസ്ലാം ആചാരപ്രകാരമോ ഈ വിവാഹം നടത്താതിരുന്നതിന്റെ കാരണം മൊണാലിസ ഒരു ഹിന്ദു മതക്കാരിയാണ് എന്നതുകൊണ്ടാണ്. ഒരു മുസ്ലിം മതക്കാരനായ മുഹമ്മദ് ഫർമാനെ ഹിന്ദുവായി തുടരുന്ന കാഫിറായ മൊണാലിസയെ വിവാഹം കഴിക്കാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല. മൊണാലിസ ഇസ്ലാമായി മതം മാറിയാൽ മാത്രമേ ഈ വിവാഹത്തെ മതപരമായി അംഗീകരിക്കാൻ ഇസ്ലാമിന് കഴിയൂ. അങ്ങനെയല്ലെങ്കിൽ ഇസ്ലാം പുരോഹിതർ അത് തുറന്നു പറയണം. കേരള സ്റ്റോറിയുടെ മറുപുറമാണ് ഈ കാപട്യം. ഇതാണ് RV ബാബുവിന്റെ കുറിപ്പ്. RV ബാബു പറഞ്ഞത് RV ബാബു പറഞ്ഞതല്ലേ ശരി, അല്ലെങ്കിൽ ഇസ്ലാം പുരോഹിതർ അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നടത്തണം എന്നാണ് RV ബാബു പറയുന്നത്. അതിന് ഇസ്ലാം പണ്ഡിതന്മാരൊന്നും വരേണ്ടതില്ല. മദ്രസയിൽ പോയി പഠിച്ച ആളുകൾക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയും. RV ബാബു പറഞ്ഞത് തന്നെയാണ് ശരി. പാളയം പള്ളിയിൽ എന്നല്ല, ലോകത്ത് ഒരു പള്ളിയിൽ വെച്ചും ഇത്തരത്തിലൊരു കല്യാണം നടക്കില്ല. അത് നടന്നാൽ അത് ശരിയാവുകയുമില്ല. ശരിയാകാത്ത കാര്യം എങ്ങനെയാണ് പിന്നെ നടത്താൻ കഴിയുക? അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒത്തു വന്നാലേ ഇവിടെ ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ നിക്കാഹാണ്. അതൊരു ഉടമ്പടിയാണ്, ഒരു കരാറാണ്. അത് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കണം. ഇസ്ലാം ആയിരിക്കണം രണ്ടു കൂട്ടരും. അല്ലാത്ത ചില കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കൃത്യമായി അതിൻ്റെതായിട്ടുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ പാലിച്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കാം. അതായത് ജൂതന്മാരുമായിട്ടുള്ള യഥാർത്ഥ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ, അതുപോലെ ഈസാ നബി എന്ന് പറയുന്ന ആ പ്രവാചകന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മറ്റത് മൂസാ നബിയുടെ കൗമാണ്, അവരുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുമായി ബന്ധപ്പെട്ടൊക്കെ വിവാഹങ്ങളാകാം, നിക്കാഹൊക്കെ ആകാം. അതിന്റെ നിബന്ധനകളും മറ്റു വിഷയങ്ങളും ഒക്കെ പറയേണ്ടത് മതപണ്ഡിതന്മാരാണ്. ഇവിടെ ബാബു പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാബു പറഞ്ഞതാണ് ശരി. അതിന് മറുപടി പറയാൻ ഒരു പണ്ഡിതനും വരേണ്ടതില്ല. ബാബു ഇത് എവിടുന്നാണ് നോക്കി പഠിച്ചത് എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് RV ബാബുവിനെ അംഗീകരിക്കേണ്ടി വരികയാണ്. ഇനി എനിക്ക് ബാബുവിനോട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം ഇവിടെ പള്ളികളിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കുറവായിട്ടാണോ പറഞ്ഞത്, അതോ അമ്പലത്തിൽ നടന്ന കാര്യം ശരിയല്ല, അത് മോശമായി എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയാണോ പറഞ്ഞത്? ഇത് നിങ്ങൾ വ്യക്തമാക്കണം. അമ്പലത്തിൽ അങ്ങനെ ഒരു കല്യാണം നടന്നു, പള്ളികളിൽ അത് നടക്കില്ല എന്ന് ബാബു ഉറപ്പിച്ച് പറയുമ്പോൾ ബാബുവിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. ബാബു അത് നല്ല കാര്യമാണ് എന്ന രീതിയിലാണ് പറയുന്നത് എങ്കിൽ ബാബു ഇടപെടേണ്ടത് താങ്കളുടെ ആളുകൾക്കിടയിൽ തന്നെയാണ്. ജനം TV പറഞ്ഞത് അവിടെ കല്യാണം നടത്തി കൊടുത്തത് ശരിയായില്ല, ക്ഷേത്രാചാരങ്ങളൊക്കെ തെറ്റിച്ചു, 17 വയസ്സുള്ള കുട്ടിയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്, പോക്സോ കേസ് ഇവിടെ MV ഗോവിന്ദനെതിരെ എടുക്കണം എന്നൊക്കെയാണ് ജനം TV പറയുന്നത്. അങ്ങനെ ജനം TV പറയുന്ന കാര്യത്തിൽ ബാബുവിന്റെ നിലപാട് എന്താണ്? ജനം TV പറയുന്നതാണ് ശരി എന്നുള്ള അഭിപ്രായം ബാബുവിനുണ്ടെങ്കിൽ ബാബു ഇവിടെ ആ ക്ഷേത്രാചാരത്തെ അല്ലെങ്കിൽ അവിടുത്തെ കല്യാണം കഴിച്ചു കൊടുത്ത തന്ത്രിയെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 18 വയസ്സായി എന്ന് പറയുന്ന ചില സർട്ടിഫിക്കറ്റുകളും രേഖകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 17 വയസ്സായ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു എങ്കിൽ പ്രതിയാകേണ്ടത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരാണ് ഇവിടെ ഔദ്യോഗികമായി വിവാഹം ചെയ്തു കൊടുത്തത്. അമ്പലത്തിലും രജിസ്റ്ററും അതുപോലെ തന്നെ രേഖകളും ഒക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള രേഖകളിലൊക്കെ ഒപ്പിടിച്ച് ഈ വിവാഹം നടത്തി കൊടുക്കുന്നത് ആ ക്ഷേത്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂജാരിയോ തന്ത്രിയോ ഒക്കെയാണ്. ഇവിടെ അവരെ മോശപ്പെടുത്താനാണ് ബാബു പറഞ്ഞത് എങ്കിൽ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാനില്ല. അവരെ മഹത്വവൽക്കരിക്കാനാണ് ബാബു പറഞ്ഞത് എങ്കിൽ ദയവ് ചെയ്ത് ജനം TVയെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ ബോധവൽക്കരിക്കണം.
അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അറിയാത്ത കാര്യങ്ങളിൽ എടുത്ത് ചാടരുത് എന്ന് പറയണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ഉടമ്പടിയാണ്, ഒരു കരാറാണ്. അത് പാളയം പള്ളിയിലല്ല, മറ്റൊരു പള്ളിയിലും ഇതുപോലൊരു നിക്കാഹ് നടക്കില്ല. നടക്കണമെങ്കിൽ കൃത്യമായി അതിൻ്റെതായിട്ടുള്ള ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ മാത്രമേ നടക്കൂ. ഇനി ഇവിടെ ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ചില വഴികളുണ്ട്. അതായത് ആ പെൺകുട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലെങ്കിൽ കാളിയാണ് ഇവിടെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്, ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ചാലേ ഇസ്ലാമില് വിവാഹം എന്ന് പറയുന്ന കാര്യം, ആ പവിത്രമായിട്ടുള്ള ആ ബന്ധം അത് ശരിയാവുകയുള്ളൂ. ശരിയാവാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി ഇടപെട്ട് കൂടുതൽ കുളമാക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ബാബു എന്തായാലും പറഞ്ഞ കാര്യത്തോട് എനിക്കിവിടെ കൃത്യമായി യോജിപ്പുണ്ട്. ബാബു ഇവിടെ ഇടപെടേണ്ടത് ഈ വിഷയത്തിലല്ല, ഈ പറഞ്ഞ കാര്യത്തോട് യോജിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇടപെടേണ്ടത് താങ്കൾക്കിടയിലുള്ള, താങ്കളുടെ ആളുകൾ, സംഘപരിവാർ സംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, അവർക്കിടയിലുള്ള അജ്ഞത, അവരെയാണ് ഇവിടെ തിരുത്തേണ്ടത്, ബോധവൽക്കരണം നടത്തേണ്ടത്. വെറുതെ എടുത്തു ചാടി സ്വന്തം ആളുകളെ നാറ്റിക്കരുത് എന്ന് ബാബു പറഞ്ഞു കൊടുക്കണം. കാരണം ആ ക്ഷേത്ര കമ്മിറ്റി അവർ നല്ലൊരു കാര്യമാണ്, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അത് നടക്കുന്ന കാര്യമാണ്, നടക്കാവുന്ന കാര്യമാണ് എങ്കിൽ അവർ നല്ല കാര്യമാണ് ചെയ്തത്. അങ്ങനെ നല്ല കാര്യം ചെയ്ത ആളുകളെ കൂടുതൽ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഒരു വിഷയത്തിൽ RV ബാബുവിനോടും അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാരോടും ഈ വിവാഹത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന, ശ്വാസം മുട്ടുന്ന ആളുകളോടുമൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്.